Most welcome to the most wanted. ഇന്ന് നമ്മൾ നക്സലിസത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അല്പം കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടുന്ന സാഹചര്യമായി. കഴിഞ്ഞ 2-3 ദിവസമായി 300-ലേറെ നക്സൽ മാവോയിസ്റ്റ് കേഡർമാരാണ് പ്രമുഖ നേതാക്കളടക്കം ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നത്. അതിൽ പ്രധാനിയായിട്ട് ഭൂപതി എന്ന പേരിലറിയപ്പെടുന്ന മല്ലോജ്വാല വേണുഗോപാൽ റാവു, സോനു എന്നും അദ്ദേഹം അറിയപ്പെടും. പ്രധാനപ്പെട്ട വിങ് കമാൻഡറാണ് അദ്ദേഹം, സീനിയർ കമാൻഡറാണ് മാവോയിസ്റ്റ് പാർട്ടിയുടെ. മുംബൈയിലാണ് കീഴടങ്ങിയത്. അദ്ദേഹം ആന്ധ്ര സ്വദേശിയാണ്. അപ്പോൾ ഈ നക്സൽ പാർട്ടി, നക്സൽ പ്രസ്ഥാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നക്സൽ എന്ന് പറയുമ്പോഴേ ഒരു തീവ്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് വരും. പക്ഷേ നക്സൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം പാർട്ടിയില്ല. അതൊരു ഗ്രാമത്തിൻ്റെ പേരാണ്. നക്സൽ ബാരി എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിലെ സിലിഗുഡി ജില്ലയിലെ ഒരു ഉപപ്രദേശമാണ് ഈ നക്സൽ ബാരി. അവിടെ 1967 നടന്ന ഒരു കാർഷിക കലാപം, കൃഷിഭൂമിക്ക് വേണ്ടിയിട്ടുള്ള ആദിവാസികൾക്ക് ഭൂമി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു തീവ്ര സാഹസികമായ സായുധ സമരമാണ് നക്സൽ ബാരി പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത്. അതിനെ തുടർന്നാണ് തീവ്ര സ്വഭാവമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നക്സലൈറ്റ് പാർട്ടികൾ എന്ന് അറിയപ്പെടാനും തുടങ്ങിയത്. ഇപ്പോൾ 60 പ്രധാനപ്പെട്ട കേഡർമാരുമായിട്ടാണ് ഭൂപതി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നത്. 10 വർഷം മുമ്പ് രാജ്യത്ത് 125 ജില്ലകളിൽ നക്സൽ സാന്നിധ്യമുണ്ടായിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ കേവലം 11 ഇടങ്ങളിൽ മാത്രമാണ് നക്സൽ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനമുള്ളത് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ അവകാശപ്പെടുന്നത്. 2026 മാർച്ച് മാസത്തോടെ ഇന്ത്യയിൽ നക്സൽ വിമുക്തമാക്കും എന്ന് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതാണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇതിനു മുമ്പേ തന്നെ 26 മാർച്ചിന് മുമ്പേ തന്നെ ഈ പ്രക്രിയ പൂർത്തിയാവും, പ്രഖ്യാപനം സഫലമാകും എന്നാണ് അവസ്ഥ. എന്തായാലും 1969 ചാരു മജുംദാർ, ബംഗാളിലെ ചാരു മജുംദാർ നേതൃത്വം നൽകി CPIML, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്ന് പറയുന്ന ഒരു സായുധ സമര സംഘടിതമായ വിപ്ലവ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാകുന്നത്. മാർക്സിസം, ലെനിനിസം, മാവോ ചിന്തകൾ, ഇതായിരുന്നു ഇവരുടെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ. മാവോയിസം അടിത്തറയാക്കിയിട്ട് ഇരുന്നില്ല ഈ ML പ്രസ്ഥാനം എന്നുള്ളതാണ്. അപ്പോൾ മാവോയിസം അടിസ്ഥാനമാക്കിയില്ല എന്ന് പറഞ്ഞാൽ മാവോ ചിന്തകൾ അവരെ സ്വാധീനിച്ചില്ല എന്നല്ല അർത്ഥം. മാവോ ചിന്തകൾ അവരെ സ്വാധീനിക്കുകയും അവരത് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും പ്രയോഗിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ മാവോയിസം ഒന്നാകെ അഡോപ്റ്റ് ചെയ്യുന്നതാൽ ആയിരുന്നില്ല ML പ്രസ്ഥാനം. അത് പിന്നീടാണ് മാവോയിസം അഡോപ്റ്റ് ചെയ്യപ്പെടുകയും മാവോയിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അത് നമുക്ക് ക്രമേണ പിന്നാലെ വരുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിന് അനുസരിച്ച് എങ്ങനെ വിപ്ലവം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതായിരുന്നു ML പ്രസ്ഥാനം വളരെ കൂലങ്കഷമായി ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ലക്ഷ്യമതായിരുന്നെങ്കിലും മാർഗം, അതുപോലെ പ്രയോഗങ്ങൾ പല രീതിയിൽ വഴിതെറ്റിപ്പോയി. വർഗശത്രുക്കളുടെ ഉന്മൂലനത്തിലേക്ക് അത് പോയി. ജന്മിയെ കൊന്നാൽ ജന്മിത്വം അവസാനിക്കും, മുതലാളിയെ കൊന്നാൽ മുതലാളിത്വം അവസാനിക്കും എന്നുള്ള കാഴ്ചപ്പാടിലേക്ക്
വർഗശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്ന ഒരു തെറ്റായ വഴിക്ക് ഇവരുടെ ലക്ഷ്യം നീങ്ങുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഭീകരമായ അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വന്നു ML പ്രസ്ഥാനത്തിന്. അതിൻ്റെ ഭാഗമായി 1972 ജൂലൈ 28 ചാരു മജൂംദാർ, പാർട്ടിയുടെ സ്ഥാപകൻ തന്നെ വധിക്കപ്പെടുന്ന, രക്തസാക്ഷിയാകുന്ന അവസ്ഥയുണ്ടായി. ഇങ്ങനെ ശിഥിലീകരിക്കപ്പെടുന്ന വേളയിൽ ഈ തീവ്ര കമ്മ്യൂണിസ്റ്റുകാർ, തീവ്ര ഇടതുപക്ഷക്കാർ ഒറ്റുകൊടുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മുഖ്യധാരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ CPIM എമ്മും ഒക്കെ അതിനുവേണ്ടി നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം CPM-ൽ നിന്നാണ് 69 ഇവർ പിരിഞ്ഞു പോകുന്നത്. 64 CPM ഉണ്ടാകുന്നു, 69 അതിൽ പിളർപ്പുണ്ടായി CPIM-ൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 72 മജൂംദാറിൻ്റെ മരണത്തിന് ശേഷം 75 അടിയന്തരാവസ്ഥ വരുന്നു. പ്രസ്ഥാനം കനത്ത ചെറുത്തുനിൽപ്പുകൾ അടിയന്തരാവസ്ഥയ്ക്കെതിരായി ജനാധിപത്യത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി നടത്തുന്ന അവസ്ഥ വന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നക്സൽ പ്രസ്ഥാനങ്ങൾ പുനരേകീകരിക്കുവാൻ, പുനഃസംഘടിപ്പിക്കുവാനും ശ്രമം തുടങ്ങി. അങ്ങനെ വിവിധ ലൈനുകളിൽ, ഗ്രൂപ്പുകളിൽ ആയിട്ട് വിവിധ പാർട്ടികളുണ്ടായി. CPIML ഉണ്ട്. CPIML റെഡ് സ്റ്റാർ എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായി. പീപ്പിൾസ് വാർ ഗ്രൂപ്പ് ഉണ്ടായി. CPIML യൂണിറ്റി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടായി. മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെൻറ്റർ MCC എന്ന് പറയുന്ന പാർട്ടി ഉണ്ടായി. ഇവരെല്ലാം കൂടി ചേർന്നാണ് 2004 CPI മാവോയിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ അതിനു മുമ്പ് ഇവിടെ മാവോയിസ്റ്റുകൾ ഉണ്ടായിരുന്നതേയില്ല. ML പ്രവർത്തകരാണ്, അഥവാ നക്സൽ പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ മാവോയിസ്റ്റുകൾ 2004 പാർട്ടി രൂപീകരിച്ചതോടുകൂടി മാവോ ചിന്തകൾക്ക് പകരം മാവോയിസം ഒന്നാകെ അഡോപ്റ്റ് ചെയ്യുകയുണ്ടായി. സായുധ സമരമാണ് ഏക മോചന മാർഗം എന്നുള്ള കാഴ്ചപ്പാട് ഇവർ ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങി. മാവോയുടെ മറ്റെല്ലാ സംഭാവനകളെയും ചുരുക്കി സൈനികമായിട്ടുള്ള സാഹസികമായ കൃത്യങ്ങൾ മാത്രം കണ്ടുകൊണ്ടാണ് ഇവരുടെ പ്രവർത്തനം മുന്നോട്ട് വന്നത്. ജനങ്ങളെ സംഘടിപ്പിച്ച് ജനങ്ങളാണ് വിപ്ലവം നടത്തേണ്ടത് എന്നാണ് മാർക്സിസം യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ജനങ്ങളുടെ വിപ്ലവത്തിനൊരു ചലനം കൊടുക്കുന്ന, വേഗത കൊടുക്കുന്ന, അല്ലെങ്കിൽ രാസത്വരകമായി വർത്തിക്കുന്ന ഘടകം ആയിട്ടാണ് വിപ്ലവ പ്രസ്ഥാനം മാർക്സിസം ലെനിനിസം ഇതിനെ കാണുന്നത്. എന്തായാലും ചൈനയിൽ നടന്ന ജനകീയ വിപ്ലവത്തെ, അതിൻ്റെ വാർപ്പ് മാതൃക ഇവിടെ എടുത്ത് പ്രവർത്തിപ്പിക്കുക, ഇന്ത്യയിൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതായിരുന്നു മാവോയിസ്റ്റുകളുടെ ഉദ്ദേശം. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ചില മേഖലകളിൽ അവർക്ക് ചില പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. പ്രത്യേകിച്ചും ആദിവാസി മേഖലകളിൽ വളരെ അശരണായി കഴിഞ്ഞിരുന്ന ആ വിഭാഗം ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും അവർക്ക് ആത്മബലം നൽകുന്നതിനും അവരോടൊപ്പം നിന്ന് പോരിടുന്നതിനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നതിനും ആധുനികമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് സമരത്തിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ മാവോയിസ്റ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആദിവാസി ജനവിഭാഗങ്ങളെ വളരെയധികം സേവനം നൽകിയിട്ടുള്ളവരുമാണ് മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കരൺ ബോസ്, കനു സന്യാൽ തുടങ്ങിയ മാവോയിസ്റ്റ് നേതാക്കൾ ചൈനയിൽ പോയി മാവോയിസത്തെ ഇങ്ങനെ നേരിട്ട് കണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ വിപ്ലവതന്ത്രം ആവിഷ്കരിക്കേണ്ടതെന്ന് ചോദിച്ചു. മാവോ പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ പോയി നിങ്ങളുടെ നാട്ടിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏകമാർഗം. അല്ലാതെ ഇവിടുത്തെ വാർപ്പ് മാതൃക എടുത്ത് അവിടെ കൊണ്ടുപോയി സ്ഥാപിക്കലല്ല യഥാർത്ഥ വിപ്ലവ മാർഗം എന്ന് മാവോ അവരെ ഉപദേശിക്കുകയുണ്ടായി. പൊതുവിൽ മാർക്സ് കണ്ട ലോകം, മാർക്സ് കണ്ടത് മുതലാളിത്തം, അതിൻ്റെ ഉയർന്ന രൂപമായ സാമ്രാജ്യത്വം എന്നീ നിലയിലാണ്.
പക്ഷെ മുതലാളിത്തം തന്നെ സ്വന്തം പ്രതിച്ഛായ കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കുമെന്നാണ് മാർക്സ് കരുതിയത്. ആ അവസ്ഥ മാറി. കോർപ്പറേറ്റ് വൽക്കരണവും കുത്തകവൽക്കരണവും നിർമ്മിത ബുദ്ധിയും ഒക്കെ ഇപ്പോൾ ഉണ്ടായില്ലേ. കോർപ്പറേറ്റ് എക്കണോമിക് സംവിധാനത്തെക്കുറിച്ച് മാർക്സ് കണ്ടിട്ടില്ല. ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയെക്കുറിച്ച് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ കുത്തകവൽക്കരണത്തെക്കുറിച്ച് ഇത്രയും വ്യാപകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തരത്തിൽ വളരും എന്ന് മാർക്സിന് കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വന്നിട്ടുള്ള സാങ്കേതിക വിദ്യ, കൃത്രിമ ബുദ്ധി, AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അത് വ്യാവസായിക രംഗത്തുണ്ടാക്കുന്ന വിപ്ലവത്തെക്കുറിച്ച് കാണുവാൻ മാർക്സിന് കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം ഒരു പരിധിവരെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണല്ലോ. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ദീർഘകാല ജ്ഞാനിയൊന്നുമായിരുന്നില്ല. പക്ഷേ തൻ്റെ മുമ്പിൽ വന്ന സവിശേഷതകളെ അടിസ്ഥാനമാക്കി മുൻനിർത്തി അദ്ദേഹം വിശകലനം നടത്തി. ഒരു വർഗ സമൂഹമാണ് നമ്മുടെ രാജ്യത്ത് ലോകത്താകെ ഉള്ളത്. അതിൽ വർഗ വിമോചനം തൊഴിലാളി വർഗത്തിലുണ്ടാകണമെന്നുള്ള കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ 3 മക്കളാണ് മരുന്നില്ലാതെ മരിച്ചത്. എന്നിട്ട് പോലും പൈസ ഉണ്ടാക്കാൻ തയ്യാറാകാതിരുന്ന കാറൽ മാർക്സ് തനിക്കൊരു പൈസ ഉണ്ടാക്കുന്ന യന്ത്രമാകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വന്തം ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള ഫ്രെഡറിക് ഏംഗൽസിൻ്റെ സഹായത്തോടു കൂടി ജീവിച്ചു വന്നത് എന്നുള്ള വൈരുദ്ധ്യവും നമ്മൾ കാണണം. അത്രയ്ക്ക് മനുഷ്യസ്നേഹപരമായ സിദ്ധാന്തമാണ് അദ്ദേഹം ഉണ്ടാക്കിയതെങ്കിലും അത് കാലാതിവർത്തിയായിരുന്നില്ല, ആകാൻ കഴിയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതെല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു അപജയം പോലെയാണ്. എന്തായാലും സാംസ്കാരിക വിപ്ലവാനന്തരം ചൈനയിൽ മുതലാളിത്തത്തിലേക്ക് വഴുതി വീഴുന്ന അവസ്ഥയുണ്ടായി. അതിനു മുമ്പേ സോവിയറ്റ് യൂണിയൻ പതറി വീണു. ലോകത്തെ പല രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവരുടെ കൊടി മാറ്റി, നിറം മാറ്റി, പേര് വരെ മാറ്റി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളായി മാറി. ഈ സാഹചര്യത്തിൽ പരിമിതമായെങ്കിലും ജനാധിപത്യം നിലനിൽക്കുന്ന ഇന്ത്യയിൽ, വ്യാപകമായ മാധ്യമ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഇന്ത്യയിൽ, ജനാധിപത്യത്തിന് പേരുകേട്ട ഇന്ത്യയിൽ അതിനൊക്കെ ചില പരിമിതികളും പ്രതിസന്ധികളും കടന്നു വരുന്നുണ്ട് എന്നുള്ളത് കാണാതിരിക്കുകയല്ല. പക്ഷേ അടിസ്ഥാനപരമായ ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കുവാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തിന് മുന്നിൽ, വരുന്ന സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ മുന്നിൽ ഇനിയും പണ്ടത്തെ പോലെ ഗോത്ര വർഗങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരുന്ന സായുധ രാഷ്ട്രീയവും അക്രമവും നടത്തി ഇനിയും ഈ നാട് ഭരിക്കാം, നാട് പിടിക്കാം, മോചിപ്പിക്കാം എന്നൊക്കെ വ്യാമോഹിക്കുന്നത് മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നം മാത്രമായിരിക്കും എന്നുള്ള തിരിച്ചറിവ് യാഥാർത്ഥ്യം ഈ നക്സൽ മാവോയിസ്റ്റ് മൂവ്മെൻറ്റുകളിൽ ചെന്നുപെട്ട സഹോദരങ്ങൾക്ക്, അവർ മനുഷ്യസ്നേഹികളാണ്, അവരെ അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അവരുടെ മനുഷ്യസ്നേഹത്തിൻ്റെ മുമ്പിൽ. പക്ഷേ അവർ സ്വീകരിച്ച മാർഗം തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നക്സലിസം നാടു നീങ്ങുകയും കീഴടങ്ങുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് രാജ്യത്ത് അരക്ഷിതാവസ്ഥ മാറ്റിയെടുക്കുന്നതിന് കഴിയുകയും ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം കൂടുതൽ വർണ്ണാഭമാക്കാൻ കഴിയുന്ന വിധത്തിൽ അവരിപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞകാല വസന്തത്തിൻ്റെ ഇടിമുഴക്കങ്ങളെല്ലാം കെ വേണു, സച്ചിദാനന്ദൻ, അജിത, കുന്നിക്കൽ നാരായണൻ, മന്ദാകിനി നാരായണൻ, വെള്ളത്തൂവൽ സ്റ്റീഫൻ, ഫിലിപ്പം പ്രസാദ്, അങ്ങനെ എത്ര എണ്ണിപ്പറയാവുന്നവരെല്ലാം ജനാധിപത്യത്തിൻ്റെ, സമ്പൂർണ്ണമായ ജനാധിപത്യത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നക്സലിസം നാട് നീങ്ങുന്നു എന്നുള്ള ഒരു വികാരം പങ്കുവെച്ചുകൊണ്ട് എത്രയോ കഷ്ടപ്പാടുകൾ സഹിച്ച പാവങ്ങളാണവർ, അവർ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണവർ എന്നുള്ളത് കൊണ്ട്, പക്ഷേ ചരിത്രം അതിന് പ്രസക്തി നൽകുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ നാട് നീങ്ങലിന് ഒരു വിടവാങ്ങൽ നടത്തുന്നത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ ഊർജ്ജസ്വലമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ യാഥാർത്ഥ്യത്തിന് മുന്നിൽ അവർക്കൊരു ലാൽ സലാം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോസ്റ്റ് വാണ്ടഡ്.